മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അഹങ്കാരത്തിൻ്റെ ഗർവ് വെടിഞ്ഞിട്ട് ദൈവത്തിൻ്റെ കരുണാതീരത്തിരിക്കുന്ന കാലമാണ് നോമ്പ് കാലം. പൗലോസ് ഓർമ്മപ്പെടുത്തും, സ്വന്തമെന്ന് അവകാശപ്പെടാൻ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമാണ്. ദൈവത്തിൻ്റെ ഔദാര്യത്തണൽ പറ്റി ഇന്നോളം ജീവിച്ചതിനെ ഓർത്തെടുക്കാൻ, ആ കാരുണ്യ തീരത്തിങ്ങനെ യജമാനൻ്റെ അരികിൽ നായയിരിക്കും പോലെ, പദാന്തികത്തിലിരുന്ന മറിയത്തെ പോലെ, മർത്താ മറിയം സഹോദരിമാരുടെ വീട്ടിലെ കഥയാണ്. നമ്മൾ ഓരോരുത്തരും ഈ കാരുണ്യത്തിൻ്റെ പാദപദ്മങ്ങളെ നമസ്കരിച്ചുകൊണ്ട് കഴിയാൻ പറ്റുന്നുണ്ട്. എന്തുമാത്രം ജീവിതത്തിൽ ദൈവം ഇടപെട്ടുവെന്ന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ദൈവം നമ്മുടെ ജീവിതത്തോട് കാണിച്ച കരുതലുകളൊക്കെയും ഭാഗ്യമെന്നൊക്കെ പറഞ്ഞ്, കഴിവെന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങോട്ട് നിസ്സാരവൽക്കരിക്കാതെ ആ കാരുണ്യത്തിൻ്റെ തീരത്തായിരുന്നതാണ്. അവിടുത്തെ കരബലത്തിൻ്റെ തണൽപ്പറ്റിയതാണ് കരുത്തായി മാറിയത്. ഓർത്തെടുക്കണം. നീണ്ട ഒരു ലിസ്റ്റൊക്കെ ജീവിതത്തിൽ ഈ മേഖലകളോട് ബന്ധപ്പെടുത്തി നാം സൂക്ഷിക്കേണ്ടത് നല്ലതാണ്. പലപ്പോഴും നമ്മുടേത് എന്ന് കരുതിയതൊന്നും നമ്മുടേതല്ല, സ്വന്തമായിട്ടൊന്നുമില്ല, സർവം ദാനമാണെന്ന് ഈ ആയിരിക്കുന്ന അവസ്ഥകൾ. അതുകൊണ്ടല്ലേ 139 സങ്കീർത്തനത്തിൽ ഒരു വാക്കും നിൻ്റെ നാവിൽ ഒരു ഭാഗം മുമ്പേ അറിയുന്ന ദൈവം, നടക്കേണ്ടതും ഇരിക്കേണ്ടതും കിടക്കേണ്ടതും ഒക്കെ അറിയുന്ന ദൈവം, നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് ജെറമിയ പ്രവചനം 29:11 പറയില്ലേ? അർത്ഥം ഈ ആത്മീയത ഒന്നു മാത്രമാണ്. അഹങ്കാരത്തിൻ്റെ ആ എവറസ്റ്റിൽ നിന്ന് കാരുണ്യത്തിൻ്റെ താഴ്വാരങ്ങളിലേക്കുള്ള ഒരു മനോഭാവത്തെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ ജീവിതം ഒരു മഹാവിസ്മയമാകും. നോമ്പ് ഒരു പുണ്യത്തിൻ്റെ അനുഭവമായി മാറും. തമ്പുരാനെ, അഹങ്കാരത്തിൻ്റെ കൊടുമുടി വിട്ട് കാരുണ്യത്തിൻ്റെ ആ താഴ്വാരത്തിൽ നിൻ്റെ കൃപ തേടി ജീവിക്കാൻ അനുഗ്രഹം നൽകിയാലും, നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായി.